എൻ്റെ പേര് മഞ്ജു. ഇതെൻ്റെ ഹസ്ബൻഡ് ഷിബു. ഞങ്ങൾ ഇടുക്കി രൂപതയിലെ കരിമ്പൻ സെൻറ്റ് മേരീസ് ചർച്ച് ഇടവകയിൽ നിന്നും വരുന്നു. 2023 മെയ് 31 ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, എൻ്റെ ഹസ്ബൻഡിന് നടുവിന് വേദനയും കാലിന് വേദനയുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞ് ബ്ലഡ് ടെസ്റ്റും MRI എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ക്യാൻസർ ആണെന്ന് ഡോക്ടർ പറഞ്ഞു. ഞങ്ങളിത് കേട്ടപ്പോൾ ആകെ തകർന്ന് കരഞ്ഞ് ആ അവസ്ഥയിൽ ഇറങ്ങി അടുത്തുള്ള മുതലക്കുടം ഹോളി ഫാമിലി പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിയപ്പോൾ എന്നെ ചേച്ചി ചേച്ചി എന്ന് വിളിക്കുന്ന സൗണ്ട് ഞാൻ കേട്ടു. പക്ഷേ ഞാൻ തിരിഞ്ഞു നോക്കിയില്ല. ആ സമയത്ത് എനിക്കതിനുള്ള മാനസികാവസ്ഥയൊന്നും ആയിരുന്നില്ല. കരഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ പോയപ്പോൾ വീണ്ടും ഞാൻ മൂന്നാമത് കേൾക്കുവാണ് എൻ്റെ പേര് വിളിച്ച് മഞ്ജു ചേച്ചി എന്ന് തന്നെ ഞാൻ കേട്ടു. അപ്പോൾ എൻ്റെ പേര് ആരാ ഇവിടെ നിന്ന് വിളിക്കുന്നത്, എന്നെ ഇത്രമാത്രം അറിയുന്നത് ആരാ എന്ന് വിചാരിച്ച് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു സഹോദരി കൃപാസനം പത്രവുമായി എൻ്റെ മുന്നിലേക്ക് വന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, എന്താണ് കരയുന്നത്, എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നും വരുന്നതാണ്, ഇങ്ങനെ ഡോക്ടർ പറഞ്ഞു ഇത് ഹസ്ബൻഡിന് ക്യാൻസറാണ് എന്ന് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ആ സഹോദരി എൻ്റെ കണ്ണുനീര് തുടച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ ക്രിസ്ത്യനല്ലേ, ഞാനൊരു ഹിന്ദുവാണ്, എന്നേക്കാളും വിശ്വാസം നിങ്ങൾക്കില്ലേ എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിലേക്ക് ആ സഹോദരി ഉടമ്പടി തൈലം തന്നിട്ട് ഇത് കൊണ്ടുപോയി ഹസ്ബൻഡിൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് കൊടുക്കാൻ പറഞ്ഞു. അതുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കൂ, നിങ്ങൾ അമ്മയുടെ അടുത്ത് പോയി ഉടമ്പടി എടുക്ക്, നിങ്ങൾ അമ്മ സുഖപ്പെടുത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഈ കൃപാസനം എന്ന് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും കാര്യം പത്രമൊക്കെ വായിക്കുമെന്നാലും എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു. മാതാവെല്ലാം ഒന്നാണ് എന്ന് പറഞ്ഞ് നടന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഞാൻ ഓർത്തു, കൃപാസനം മാതാവിൻ്റെ ശക്തമായ ഇടപെടൽ എൻ്റെ ജീവിതത്തിലുണ്ടല്ലോ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ പേര് വിളിക്കുന്നത് കേൾക്കില്ലല്ലോ എന്നോർത്ത് ഞാൻ ഇവിടെ വന്നു. ഞാനും ഹസ്ബൻഡ്, എൻ്റെ 2 കുട്ടികളുണ്ട്, ഞങ്ങൾ കുട്ടികളും എൻ്റെ പപ്പയും മമ്മിയായിട്ട് ഞങ്ങൾ കുടുംബത്തോടെ ഇവിടെ വന്നു ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തിട്ട് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ടോക്കൺ എടുക്കണമെന്ന് അറിയില്ലായിരുന്നതുകൊണ്ട് അന്ന് അച്ഛനെ കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇവിടുന്ന് ബ്രദറിനെ കണ്ടപ്പോൾ ബ്രദർ പറഞ്ഞു, ഇനി ഒരു ദിവസം വന്നാൽ മതി, അച്ഛനെ കാണിച്ച് പ്രാർത്ഥിപ്പിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അതിന് ശേഷം RCCയിൽ ട്രീറ്റ്മെൻറ്റിനായി പോയി. അവിടുന്ന് കീമോ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾക്ക് കീമോ സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടെസ്റ്റിൻ്റെ റിസൾട്ട് വരാൻ താമസം ഉണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾ വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടി അച്ഛനെ കണ്ട് അച്ഛൻ ഞങ്ങളെ കൈവയ്പ്പ് വഴി തലയിൽ പിടിച്ച് പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ ഡോക്യുമെൻ്റ് മാതാവിൻ്റെയും ഈശോയുടെയും രൂപത്തിൽ തൊട്ട് പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ തലയിൽ സൈത്ത് പൂശി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അന്ന് ഞാൻ ഇവിടെ മുട്ടിൽ നിന്ന് മാതാവിൻ്റെ മുമ്പിൽ ഒരുപാട് കരഞ്ഞു. കാരണം എനിക്കതുവരെയും എൻ്റെ വിഷമം എന്ന് പറയുന്നത് എങ്ങനെ ജീവിക്കുമെന്നാണ്. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ പ്രാർത്ഥിച്ചിട്ട് ഇവിടുന്ന് തിരികെ പോകുമ്പോൾ എൻ്റെ മനസ്സിന് ഭയങ്കര ധൈര്യം വന്നു. എനിക്കൊരു സങ്കടവും ഇല്ലായിരുന്നു. മാതാവ് സുഖപ്പെടുത്തുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെ ഞങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ഒറ്റ കോഴ്സ് മരുന്നുകൊണ്ട് തന്നെ 6 മാസം കൊണ്ട് വീണ്ടും ടെസ്റ്റ് ചെയ്തപ്പോൾ ക്യാൻസർ പൂർണ്ണമായും സുഖപ്പെട്ടിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ട്രാൻസ്പ്ലാന്റ് വേണമായിരുന്നു, ബോൺമാരോ ട്രാൻസ്പ്ലാന്റ്, മജ്ജയിലായിരുന്നു ക്യാൻസർ. അന്ന് ഞങ്ങൾ അഡ്മിറ്റ് ആയപ്പോൾ അവിടെ ട്രാൻസ്പ്ലാന്റിന് വേണ്ടിയിട്ട് അപേക്ഷിച്ചിരുന്നു. പക്ഷേ 3 വർഷം കഴിഞ്ഞ് ഞങ്ങൾക്ക് അതിൻ്റെ ഡേറ്റ് കിട്ടുകയുള്ളായിരുന്നു. ഞങ്ങൾ വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു. പക്ഷേ ഈ അസുഖം മാറിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ട്രാൻസ്പ്ലാന്റ് നടത്തിയില്ലെങ്കിൽ ഇത് വീണ്ടും തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാനിവിടെ വീണ്ടും വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു, ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അവിടെ ഡേറ്റ് കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് 1 മാസത്തിനുള്ളിൽ തന്നെ അവിടെ നിന്ന് എന്നെ വിളിച്ചു, ഒരു സ്ലോട്ട് ഇപ്പോൾ ഫ്രീ ആയിട്ട് കാലിയായി കിടപ്പുണ്ട്, എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് അഡ്മിറ്റ് ആകാമോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോയി. പക്ഷേ ആ സമയത്ത് 1 മാസത്തേക്കാണ് അവിടെ അഡ്മിറ്റ് ആകേണ്ടത്. ആ സമയത്ത് അതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ പുറത്തുള്ള ആളുകളുമായിട്ട് ഒരു സമ്പർക്കവും ഇല്ല, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. എൻ്റെ ആരോഗ്യസ്ഥിതി ആണെങ്കിൽ വളരെ മോശം, ബൈസ്റ്റാൻഡറായിട്ടാണ് ഞാനാണ് കൂടെ പോകേണ്ടത്. എനിക്ക് ആ സമയത്ത് ചുമയും ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. ഞാനിവിടുന്ന് കഫ്സിറപ്പം കുടിച്ചിട്ടാണ് പോകുന്നത്. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവേ, എനിക്ക് മുമ്പേ അവിടെ പോയി എനിക്കുള്ള ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടത്തി തരണേ. എനിക്ക് അവിടെ നിന്നും ഇതെല്ലാം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷമേ ഞങ്ങൾക്ക് അവിടുന്ന് പുറത്തിറങ്ങാൻ വരാൻ പറ്റുള്ളൂ എന്നൊക്കെ. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് അതിൻ്റെ അകത്തേക്ക് കയറി എഴുപ്പാം ഒരു അസ്വസ്ഥതകളും ഇല്ലായിരുന്നു. എല്ലാം ഞങ്ങളുടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് തന്നെ അവിടെ നടത്തി തന്നു മാതാവ്. അങ്ങനെ പക്ഷേ പ്രാർത്ഥനയെല്ലാം കൃത്യമായിട്ട് തന്നെ, ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയെല്ലാം കൃത്യമായിട്ട് നടന്നു. യാത്ര പോകുകയാണെങ്കിൽ വാഹനം നിർത്തി തിരി കത്തിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. എവിടെയാണോ പള്ളി കാണുന്നത് ആ പള്ളിയിൽ കയറി കുർബാന എല്ലാ ദിവസവും, ഒരു ദിവസം പോലും മുടങ്ങാതെ വിശുദ്ധ കുർബാനയിൽ
പങ്കെടുക്കുകയും 2 ആഴ്ച കൂടുമ്പോൾ കൃത്യമായി കുമ്പസാരിക്കുകയും അരമണിക്കൂർ ബൈബിൾ വായിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഉടമ്പടി ജീവിതം നയിച്ചു തന്ന മാതാവ് എനിക്ക് ഒരു ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് RCCയിൽ വെച്ച് ഈ പച്ചത്തിരി കത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്ത് കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ആ തിരിയിൽ മാതാവ് എനിക്ക് തെളിഞ്ഞു നിൽക്കുവാണ്. എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. കാരണം എല്ലാവരോടും കൂടി മാതാവ് എല്ലാവർക്കും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു വിശ്വാസം ഇല്ലായിരുന്നു മാതാവ് എന്നെ ഈ പാപിയായി എന്നെ അത്രയ്ക്ക് മാതാവ് ശ്രദ്ധിക്കുമോ, എൻ്റെ മാതാവിൻ്റെ അത്ഭുതം നടക്കുമോ എന്നൊക്കെ. പക്ഷേ ആ മാതാവിനെ കണ്ടപ്പോൾ എനിക്കറിയില്ല, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു അത്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് 1 മാസത്തേക്ക് അഡ്മിറ്റായെങ്കിലും ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു, മാതാവേ ഇന്ന ദിവസം ഞങ്ങളെ ഇവിടുന്ന് ഡിസ്ചാർജ് ആക്കണമെന്ന്. കൃത്യം 19 ദിവസമായപ്പോൾ ഹൈഡോസ് കീമോ ചെയ്തെങ്കിലും ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ ഡോക്ടർ വന്ന് പറഞ്ഞു, നിങ്ങൾക്കൊരു കുഴപ്പമില്ല, എന്തിനാണ് ഇവിടെ കിടക്കുന്നത്, നിങ്ങളെ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്യുവാന്ന് പറഞ്ഞു. 19ാമത്തെ ദിവസം ഞങ്ങളെ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ വന്ന് 100 ദിവസത്തെ റെസ്റ്റാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. 100 ദിവസം കഴിഞ്ഞ് ഹസ്ബൻഡ് വീണ്ടും ജോലിക്ക് പോയി. അപ്പോൾ ആ സമയത്ത് സാക്ഷ്യം പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചില്ല. 2024 ഒക്ടോബർ 27 ഹെമറേജ് സ്ട്രോക്ക് ആയിരുന്നു. അന്ന് സൺഡേ ആയിരുന്നുകൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തെങ്കിലും ഡോക്ടർ കാര്യമായി ട്രീറ്റ്മെൻറ്റ് നടന്നില്ല. അന്ന് വൈകുന്നേരമാണ് MRI ചെയ്ത് നോക്കിയത്. അപ്പോഴാണ് സ്ട്രോക്കാണെന്ന് മനസ്സിലായത്. അപ്പോഴേക്കും തലയ്ക്കകത്തെ ഒരു ഭാഗം തന്നെ പൂർണ്ണമായിട്ട് നശിച്ചു പോയിരുന്നു. സെർബെല്ലും തലാമസും എല്ലാം നശിച്ചു പോയി. ആൾ അൺകോൺഷ്യസ് ആയി, ICUവിലായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നമുക്ക് മാക്സിമം ട്രൈ ചെയ്യാം. എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ മുതൽ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം, ഇനി അങ്ങോട്ട് എന്നാണ് നമുക്ക് ചിന്തിക്കേണ്ടതെന്ന്. കഴിഞ്ഞ് 3-ാം ദിവസം സർജറി ചെയ്തു. മേജർ സർജറിയാണ്. 6.5 മണിക്കൂർ സമയമെടുക്കുമെന്ന് പറഞ്ഞെങ്കിലും ഒരു 3.5 മണിക്കൂറായപ്പോഴത്തേക്കും സർജറി കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു, എൻ്റെ മാതാവ് അവിടെ അത്ഭുതം പ്രവർത്തിച്ചു, ഒരു കുഴപ്പവും സംഭവിക്കുകയല്ലോ എന്നോർത്തിരുന്നപ്പം പക്ഷേ ആൾ അൺകോൺഷ്യസ്. ഡോക്ടർ പറഞ്ഞു, പ്രതീക്ഷയ്ക്കൊന്നും വകയില്ല, കാരണം ദൈവം എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിച്ചാൽ മാത്രമേ ഇനി അങ്ങോട്ട് ആൾ ഉണ്ടാവുകയുള്ളൂ എന്ന്. ഒരു സൈഡ് ഫുൾ പാരലൈസായി പോയായിരുന്നു. കഴിഞ്ഞ് ബോധവും ഇല്ല, ഒന്നുമില്ല. ആൾ വെൻറ്റിലേറ്ററിൽ കഴിഞ്ഞിരുന്ന സമയത്ത് 5 മിനിറ്റ് വിസിറ്റേഴ്സ് ടൈമുണ്ട്. ആ സമയത്ത് ഞാൻ ഈ ഉടമ്പടി തൈലം കൊണ്ടുപോയി ആളുടെ നെറുകന്തല തൊട്ട് ഉള്ളങ്കാല് വരെയും കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് വരച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ എൻ്റെ ഉടമ്പടി കാശുരൂപ ഞാനൊരു കൊന്തയിൽ പിൻ ചെയ്ത് കയ്യിൽ ചുറ്റിയിട്ടു. അതിൻ്റെ നേഴ്സിനോട് പറഞ്ഞു, എൻ്റെ ഏറ്റവും വില പിടിച്ച ആണ് ഉടമ്പടി കാശുരൂപം, സിസ്റ്ററിനറിയാമല്ലോ. ആ സിസ്റ്റർ ഉടമ്പടി എടുത്തതായിരുന്നു. സിസ്റ്റർ പറഞ്ഞു, ചേച്ചി ധൈര്യമായിട്ട് വെക്കോ, ഞങ്ങൾ നോക്കിക്കോളാം, അത് നഷ്ടപ്പെടുത്താതെ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഉടമ്പടി കാശുരൂപം കയ്യിൽ പിൻ ചെയ്ത് കൊന്തയിട്ട് ചുറ്റിയിട്ടിരുന്നു. അങ്ങനെ ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരവും 5 മിനിറ്റ് സമയമുണ്ട്. ആ സമയം ഫുള്ള് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം കൊണ്ട് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് ആൾക്ക് ഞാൻ ചോദിക്കും, അമ്മ മാതാവ് എന്തിയെ മുറുക്കെ പിടിച്ചോണം കേട്ടോ, കളയരുതെന്ന് പറയുമ്പോൾ ആ അൺകോൺഷ്യസിലും ആ ഒരു കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചിരിക്കും, ഇങ്ങനെ മുറുക്കി പിടിക്കുന്നത് കാണാമായിരുന്നു. അപ്പം ഞാൻ ഉടമ്പടി തൈലം ഇങ്ങനെ ബായിൽ ഇതാക്കി കൊടുത്താൽ ചിലപ്പോൾ ഇറങ്ങിപ്പോകില്ല, ആ ബോധാവസ്ഥയിൽ. അതുകൊണ്ട് ഞാൻ ഈ ചുണ്ടയിൽ വയ്ക്കുമ്പം ആ ചുണ്ടിങ്ങനെ നുണഞ്ഞിറക്കുന്നതായിട്ട് എനിക്ക് കാണാമായിരുന്നു. അങ്ങനെ അമ്മ മാതാവിനോട് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും ചാപ്പലിൽ പോയി വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുകയും അവിടെ മുട്ടിൽ നിന്ന് കൈകൾ വിരിച്ച് പിടിച്ച് ജപമാല ചൊല്ലുകയും ആ ഹോസ്പിറ്റലിൽ ബൈബിൾ ഉണ്ടായിരുന്നു അതെടുത്ത് വായിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു. പക്ഷേ ഡോക്ടർ എന്നെ ആശ്വസിപ്പിക്കുകയാണ്, എന്തു വന്നാലും ധൈര്യത്തോടെ നേരിടണം, പക്ഷേ ഒന്നും പറയണ്ട, ദൈവം എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിക്കണം, അല്ലെങ്കിൽ ഇയാളില്ല. 30% സ്വന്തമായിട്ട് ശ്വസിക്കാൻ പറ്റിയാൽ മാത്രമേ നമുക്കൊരു പ്രതീക്ഷയ്ക്ക് ഒരു ചാൻസ് ഉള്ളൂ. ഇത് ഒന്നുമില്ലാത്തൊരവസ്ഥയാണ്, അതുകൊണ്ട് എന്ത് സംഭവിക്കാമെന്ന് പറഞ്ഞു. ബോഡി ഫുൾ ഇൻഫെക്ഷനായി, 106 ഡിഗ്രി പനിയാണേലും മാറുന്നില്ല എന്ന് ട്രക്കോസ്റ്റമി ചെയ്തു. അതിലെല്ലാം ഫുൾ ഇൻഫെക്ഷൻ. ന്യൂമോണിയ വന്ന ആൾ പോയെന്ന് പറഞ്ഞു. പക്ഷേ ന്യൂമോണിയതിൻ്റെ ആ അണുബാധ ലങ്സിലേക്ക് കിടക്കാതെ അവിടെ ചെസ്റ്റിൽ സ്റ്റക്കായിട്ട് നിൽക്കുകയായിരുന്നു. ഞാൻ എൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എൻ്റെ ഉടമ്പടി മാതാവ് ചെയ്ത ഭയങ്കര അത്ഭുതമാണത്. പിന്നെ ഞാൻ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത്, ഞങ്ങൾക്ക് പൈസയുടെയൊക്കെ പ്രശ്നം കാരണം ഡിസ്ചാർജ് ചെയ്ത് ESI കിട്ടുമായതുകൊണ്ട് കോലഞ്ചേരി MOC ഹോസ്പിറ്റലിലേക്ക് ICU ആംബുലൻസിൽ കൊണ്ടുവന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ CT ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞു, ഇത് അവിടെ പാലായി പറഞ്ഞ പോലെ തന്നെയാണ് എനിക്കും പറയാനുള്ളൂ, ആളുടെ കണ്ടീഷൻ വെരി ക്രിട്ടിക്കലാണ്, നിങ്ങൾ ഒരു പ്രതീക്ഷയും വേണ്ട, ഒരു സാധ്യതയില്ല എന്ന് പറഞ്ഞു രക്ഷപ്പെടാൻ. അപ്പോൾ വീണ്ടും ഞാൻ ICUയിൽ അഡ്മിറ്റ് ചെയ്തു. എനിക്ക് ഭയങ്കര സങ്കടം. ഈ കാശുരൂപ എടുത്ത് മുറുക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഈ സർജറി ചെയ്ത ഭാഗത്തുനിന്ന് ഫ്ലൂയിഡ് ഇങ്ങനെ കംപ്ലീറ്റ് പൊയ്ക്കൊണ്ടിരിക്കുക. അത് പോകുന്ന വളരെ ആളുടെ നില അതിനനുസരിച്ച് വീണ്ടും മോശമായിക്കൊണ്ടിരിക്കുന്നു.
അപ്പം വീണ്ടും ഒരു സർജറി അവിടെ സജസ്റ്റ് ചെയ്തു. പക്ഷേ ഡോക്ടർ പറഞ്ഞു ഞാനിവിടെ സർജറി ചെയ്യില്ല, കാരണം നിങ്ങൾ ഇതിനു മുമ്പ് എന്തുകൊണ്ട് ആദ്യം ഇങ്ങോട്ട് വന്നില്ല, വേറെ ഹോസ്പിറ്റലിൽ പോയില്ലേ, അവിടെ തന്നെ പോയി വീണ്ടും സർജറി ചെയ്തുകൊണ്ട് വന്നാൽ ബാക്കി ഞാൻ നോക്കാം, അല്ലാതെ ഞാനിവിടെ ചെയ്യില്ല എന്ന് പറഞ്ഞു. എനിക്ക് ഒരു പ്രതീക്ഷയില്ലാതെ എനിക്ക് ആകെ ഒരു ആ അവസ്ഥയിൽ ഞാൻ എൻ്റെ ഉടമ്പടി കാശിരം കയ്യിലെടുത്ത് മുറുക്കെ പിടിച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ആ ഡോക്ടറെ കൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഇത് സർജറി ചെയ്യിക്കണം, അമ്മ എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിക്കണം, അമ്മ ഈശോയോടൊന്ന് പറഞ്ഞ് ഞങ്ങൾക്കിതൊന്ന് സാധിച്ചു തരണം, ആ ഡോക്ടറുടെ മനസ്സ് മാറണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഡോക്ടറുടെ കാലേ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഞങ്ങൾക്ക് വേറെ ഇനി ഒരു ആശ്രയവുമില്ല, ഡോക്ടർ എങ്ങനെയെങ്കിലും ഇത് ചെയ്തു തന്നേ മതിയാവൂ, അത് കഴിഞ്ഞിട്ട് എന്ത് വന്നാലും ഞാൻ സഹിച്ചോളാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഡോക്ടർ ആദ്യമൊക്കെ സമ്മതിച്ചില്ല. എന്നിട്ടും പിന്നീട് ഡോക്ടർ പറഞ്ഞു ഇനി എന്തേലും ആട്ടെ ഞാൻ ചെയ്യാം എന്നൊരു വാക്ക് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ സർജറിക്ക് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തു. ആ ഫിക്സ് ചെയ്ത ഡേറ്റിൽ അന്ന് സർജറി നടന്നില്ല, കാരണം ESIയുടെ അന്ന് ഫണ്ട് വരാൻ താമസിച്ചു, അതുകൊണ്ട് അന്ന് നടന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു സർജറി ചെയ്യുമ്പോൾ ഈ ഫ്ലൂയിഡ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നെറ്റി തുളച്ച് ഒരു ഷണ്ട് ഇടണം, എന്നിട്ടും നിന്നില്ലെങ്കിൽ വയറ്റിലേക്ക് സ്ഥിരമായിട്ടൊരു ഷണ്ട് ഇടേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് സർജറി നടക്കാതിരുന്നുകൊണ്ട് മാറ്റി വെച്ചു. അതിന് വീണ്ടും ഒരാഴ്ച കഴിഞ്ഞാണ് സർജറിയുടെ ഡേറ്റ് തന്നത്. ആ സർജറി ചെയ്യേണ്ട ഡേറ്റിന് തലേ ദിവസം അമ്മ മാതാവിൻ്റെ അത്ഭുതത്താൽ ശക്തിയാൽ ആ ഫ്ലൂയിഡ് തനിയെ നിന്നു, ഒരു ഷണ്ട് ഇടേണ്ടത് വന്നില്ല, സർജറി സക്സസ് ആയിരുന്നു, ആൾ രക്ഷപ്പെട്ടു. അപ്പം ഞാനിങ്ങനെ ഈ ചൊവ്വാഴ്ച ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഈ കരഞ്ഞ് ഇങ്ങനെ ഇരുന്നതുകൊണ്ട് എനിക്ക് ഞാൻ ആ ധ്യാനം കൂടിയ സമയത്ത് ഉറങ്ങിപ്പോയി. ഉറങ്ങിയ മയക്കത്തിൽ എനിക്ക് നല്ല വെളുത്ത ഭയങ്കര മഞ്ഞിനകത്ത് വെളുത്ത കൈകൾ വന്ന ഈ ഓക്സിജൻ ട്യൂബ് ഊരി മാറ്റുന്നതായിട്ട് ഞാൻ കണ്ടു. അങ്ങനെ എന്നിട്ട് വീണ്ടും ഞാൻ ഈ ധ്യാനം കൂടിക്കൊണ്ടിരുന്നു. അപ്പോൾ വീണ്ടും എനിക്ക് ഇത് ആൾ എഴുന്നേറ്റ് നടക്കുന്നതായിട്ട് എനിക്കൊരു ദർശനം കിട്ടി. അപ്പോൾ ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ അത്ഭുതം പ്രവർത്തിക്കണമെന്ന്. അങ്ങനെ എനിക്ക് കൃപാസനം അമ്മയുടെ മധ്യസ്ഥ ശക്തിയാൽ ദൈവം അത്ഭുതകരമായി എനിക്ക് സൗഖ്യപ്പെടുത്തി ഈ വ്യക്തി ഇന്നിവിടെ നിൽക്കുന്നത്. കാരണം ഞാനൊന്ന് പ്രാർത്ഥിച്ചത് എങ്ങനെയെങ്കിലും എനിക്കൊന്ന് ഒരു ജീവനോടെ എനിക്കൊരു കൂട്ടായിട്ട് ഒരാളായിട്ട് മാത്രമേ എങ്കിലും എനിക്ക് ജീവനോടെ തരണേ, ഒരിക്കലും എൻ്റെ ആയുസിൻ്റെ പകുതി എടുത്തിട്ടാണെങ്കിലും വേണ്ടില്ല, എന്നോടൊപ്പം ഞാൻ ജീവിക്കുന്ന കാലം വരെ എനിക്ക് കൂട്ടായിട്ടുണ്ടാകണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ദൈവം അതിൽ ഒത്തിരി അത്ഭുതം പ്രവർത്തിച്ച് ആൾ എഴുന്നേറ്റ് നടക്കുന്നത്. കാരണം ഡോക്ടേഴ്സിന് വൈദ്യശാസ്ത്രത്തിന് ഇത് അസാധ്യമാണ്. ഡോക്ടർ പറഞ്ഞു, പാലായിൽ നിന്ന് ഞാൻ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, ഈ ആൾ ജീവനോടെ ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് നടക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ എൻ്റെ അടുത്തൊന്ന് തിരിച്ചു കൊണ്ടുവരണം കേട്ടോ, എനിക്കൊന്ന് കാണാനാണ്. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, എൻ്റെ അമ്മയിൽ വിശ്വസിച്ചുകൊണ്ട് ഉറപ്പായിട്ടും ഡോക്ടർ പറഞ്ഞില്ലെങ്കിലും ഞാൻ കൊണ്ടുവരുമായിരുന്നു എന്ന്. എന്നിട്ട് ഞാൻ 65 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിൽ പോയിട്ട് ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഈ ഡോക്ടർ ഓരോ റിവ്യൂവിന് ചെയ്യുമ്പോഴും പറയും, ഡോക്ടർ ഇത് വളരെ അസാധ്യമാണ്, കാരണം നിങ്ങൾ മരിച്ചു പോയിട്ട് തിരിച്ചു വന്ന വ്യക്തിയാണ്, വളരെ ഫൈറ്റ് ചെയ്ത് ജീവിച്ച ഒരു വ്യക്തിയാണ്, മരിച്ചു പോയെടുത്തുന്ന ലാസറിനെ ഉയർപ്പിച്ചതുപോലെ ദൈവം ഉയർപ്പിച്ച ഒരു വ്യക്തിയാണ് നിങ്ങളുടെ മുമ്പിൽ ഈ നിൽക്കുന്നത്. എൻ്റെ അമ്മ മാതാവും ഈശോ അവിടുത്തെ തിരുക്കുമാരനും എൻ്റെ ജീവിതത്തിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും ചെയ്തു തന്നുള്ള വലിയ അനുഗ്രഹങ്ങൾക്ക് കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു. ഞാൻ കാരുണ്യ പ്രവൃത്തികളാണെങ്കിൽ രോഗികൾക്ക് ചികിത്സാ സഹായം എന്നെക്കൊണ്ട് കഴിവുന്നുള്ള വിധത്തിൽ ഞാൻ കൊടുക്കുമായിരുന്നു. പിന്നെ വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നു. അങ്ങനെ മറ്റുള്ളവർക്ക് ഉപകാരങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഉപകാരം ചെയ്യുമായിരുന്നു. പ്രേക്ഷിത പ്രവർത്തനമാണെങ്കിൽ ഞാൻ ഇവിടുന്ന് കൃപാസനം പത്രവും കാശിരൂപവും കൊന്ത ഉപ്പ് എല്ലാം വാങ്ങിച്ച് രോഗികൾക്ക് ആളുകളുടെ ഇടയിലേക്ക് കൊടുക്കുമായിരുന്നു. പത്രം കൊടുക്കുമ്പോൾ ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്ന നിമിഷം മുതൽ എൻ്റെ വീട്ടിലെത്തുന്ന സമയം വരെ ഞാൻ കാണുന്ന ആരാന്നൊന്നും നോക്കില്ല, എല്ലാം പോയി എൻ്റെ അനുഭവങ്ങൾ ഞാൻ സാക്ഷ്യമായിട്ട് പറഞ്ഞാണ് പത്രം കൊടുത്തിരുന്നത്. ഞാൻ തിരുവനന്തപുരം RCC വരെ പത്രം കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും പത്രം ഇങ്ങനെ അശ്രദ്ധമായിട്ട് ആരെങ്കിലും ഇട്ടിട്ട് പോവുകയാണെങ്കിൽ ആ പത്രം ഞാൻ എടുത്ത് സൂക്ഷിച്ച് വയ്ക്കും. കാരണം ഈ പത്രം ഇങ്ങനെ നിലത്തിട്ട് ആരെങ്കിലും ചവിട്ടുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാനത് എടുത്തുകൊണ്ട് പോകും. അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനം. പിന്നെ രോഗികളായിട്ട് കിടക്കുന്നവരുടെ അടുത്ത് ചെല്ലുമ്പോൾ ഞാൻ ഈ ഉടമ്പടി തൈലം കൊണ്ട് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ ലാസ്റ്റ് ആയപ്പോൾ ഈ സ്ട്രോക്ക് വന്നു കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി കഴിയുമ്പം പത്രം കൊടുക്കാൻ പോകുമ്പോൾ ഞാൻ ആളെ കൊണ്ടുവന്ന് നേരിട്ട് സാക്ഷ്യം, ഇതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം, നിങ്ങൾ വായിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ അമ്മ രക്ഷിക്കുമെന്ന് പറഞ്ഞ് ഞാൻ ആളെ കാണിച്ചു കൊടുത്താണ് സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരുന്ന പ്രേക്ഷിത പ്രവർത്തനം നടത്തിയത്. അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി ഒരിക്കൽ കൂടി പറയുന്നു. മരിച്ചുപോയ അവസ്ഥയിൽ നിന്ന് ഇത്രയും വലിയ അനുഗ്രഹം ചെയ്ത് ഇത്രയും വലിയ ഒരു ഇതിലേക്ക് ദൈവം എന്നെ
ഇപ്പോഴും ജീവിക്കാൻ അനുവദിച്ചു. ഒരു തണലായി താണായി എന്നൊരു കൂടെ ഉണ്ടായാൽ മതി എന്നുള്ള പ്രാർത്ഥിച്ചിട്ട് ഏറ്റെടുക്കാത്ത രീതിയിൽ എത്രയും വലിയ ഒരു അവസ്ഥയിൽ എന്നെ എത്തിച്ച ഈശോയ്ക്കും മാതാവിനും ഈശോയ്ക്കും ഒരു കോടി നന്ദി, ഒരു കോടിയല്ല കോടാനും കോടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എസെക്കിയേൽ 37:6 ഞാൻ നിങ്ങളുടെ മേൽ നരമ്പുകൾ വെച്ച് പിടിപ്പിക്കുകയും മാംസം വളർത്തുകയും ചർമ്മം പൊതിയുകയും നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ ജീവൻ പ്രാപിക്കും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നിങ്ങളറിയും. മഞ്ജു ഷിബു എന്ന ഈ സഹോദരിയും ജീവിത പങ്കാളി ഷിബുവും പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ഈ സഹോദരൻ്റെ ജീവൻ അമ്മ മാതാവ് തിരികെ നൽകിയതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ആദ്യത്തെ വളരെ അപകടകരമായ രോഗാവസ്ഥയിൽ പൂർണ്ണമായ സൗഖ്യം നൽകിയതിനെയാണ് സഹോദരി ആദ്യം സാക്ഷ്യപ്പെടുത്തിയത്. രണ്ടാമത്തത് ജോലിക്ക് പോയി തുടങ്ങുമ്പോഴാണ് രണ്ടാമത്തെ അതിലും ഗൗരവമുള്ള രോഗത്തിലേക്ക് കുടുംബം ചെന്ന് വീഴുന്നത്. ഒരു സ്ട്രോക്ക് വരുന്നു. അത് ആ തലച്ചോറിൻ്റെ ഏറിയ പങ്കും നശിച്ചു പോകുന്നു. ശരീരം മുഴുവനും പാരലൈസ്ഡ് ആവുന്നു. ഒന്നും ചെയ്യാനാവാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു. ഡോക്ടർമാർ പൂർണ്ണമായും കൈവിടുന്നു. ആദ്യം ഒരു ഓപ്പറേഷൻ ചെയ്തു നോക്കി. ചെയ്ത് തിരികെ വന്നിട്ടും രക്ഷപ്പെടാൻ പറ്റാത്ത വിധത്തിൽ കാര്യങ്ങൾ കൂടുതൽ ഗൗരവത്തിനും ക്ലേശത്തിനുമാണ്. സഹോദരി പറയുന്നുണ്ട്, ജീവച്ഛവം പോലെ എൻ്റെ ഭർത്താവ് ആശുപത്രിയിൽ കിടക്കുമ്പോഴും യാതൊരു അനക്കവുമില്ലാതെ, കണ്ണു തുറക്കാതെ, ശരീരമനങ്ങാതെ എൻ്റെ ഭർത്താവ് അവിടെ കിടക്കുമ്പോഴും ഓരോ തവണയും കാണുവാൻ കിട്ടുന്ന അവസരത്തിൽ ഞാൻ ഉടമ്പടി തൈലവുമായി അകത്ത് കയറി ചെന്ന് ഉച്ച മുതൽ ഉള്ളംകാല് വരെ ഉടമ്പടി തൈലം പൂശി കുരിശടയാളം വരച്ച് അമ്മ മാതാവിന് ഏൽപ്പിച്ചു കൊടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി സൗഖ്യപ്പെടുത്തുവാൻ വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഉടമ്പടി കാശുരൂപം ശരീരത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മ സഹായിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഉള്ളിലേക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ അല്പത്തിൻ്റെ കൂടെ എൻ്റെ ഉടമ്പടി ഉപ്പ് ചേർത്ത് കൊടുത്തുകൊണ്ട് ആന്തരിക അവയവങ്ങളെ സൗഖ്യപ്പെടുത്തി ബലപ്പെടുത്തുവാൻ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതുമാത്രമായിരുന്നു എനിക്കുള്ള പ്രത്യാശയും എൻ്റെ വിശ്വാസവും. സഹോദരി പറയുന്നുണ്ട്, ഡോക്ടർമാർ കൈവിടുന്നുവെങ്കിലും രണ്ടാമത്തെ ഓപ്പറേഷന് വേണ്ടി തയ്യാറാകുന്നില്ലെങ്കിലും എൻ്റെ അമ്മ മാതാവ് കാത്തുകൊള്ളും. ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യുന്ന കൃത്യമായി സഹോദരി പറഞ്ഞിട്ട് എന്തു വന്നാലും സ്വീകരിക്കാൻ തയ്യാറാണ്, എൻ്റെ അമ്മ കൈവിടത്തില്ലെന്ന് മകൾ പറഞ്ഞതുകൊണ്ട് മാത്രം അടുത്ത ഓപ്പറേഷന് വേണ്ടി വിധേയനാകുന്നു. എന്നിട്ട് ലഭിക്കില്ലെന്ന് കരുതിയത്, തളർന്നു കിടക്കുമെന്ന് കരുതിയത്, എഴുന്നേറ്റ് നടക്കില്ലെന്ന് കരുതിയത് ആ സഹോദരനെ, ജീവിത പങ്കാളിയെ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി അമ്മ മാതാവ് കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് ലോകത്തിന് സാക്ഷ്യമായി വൈദ്യശാസ്ത്രം പരിഭ്രമിച്ചു നിൽക്കുകയും പരാജയപ്പെടുമെന്ന് കരുതുകയും അസാധ്യമെന്ന് പറയുകയും ചെയ്ത ഒരു രോഗക്ലേശത്തിന് പൂർണ്ണമായ സൗഖ്യം നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ സഹോദരന് നൽകിയതിന് ജീവൻ, സഹോദരൻ സൂചിപ്പിച്ചതുപോലെ രണ്ടാമതൊരു ജീവൻ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നതിന് ജീവൻ നൽകിയതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും ഈ കുടുംബം നന്ദി പറയുന്നു. കരങ്ങളടിച്ച് സന്തോഷത്തോടെ ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.